ഇതിനോടകം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടൊരു വീഡിയോ ആണ്. അതായത് ഒരു പെൺകുട്ടി KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരുന്ന വൃദ്ധനായ വ്യക്തി അപമര്യാദയെ പെരുമാറി. എന്താണ് ഈ അപമര്യാദയായിട്ട് പെരുമാറിയേ? അയാൾ അപ്പുറത്തിരിക്കുന്നു, ഇതിൽ വെച്ച് ഫോൺ ഇങ്ങനെ കയ്യും വെച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നു. എന്നിട്ട് എവിടെയാണ് അയാൾ അപമര്യാദയായിട്ട് പെരുമാറിയെന്ന് ഈ വീഡിയോയിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ചിലപ്പോൾ ശരിക്കും അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടാവും, നമുക്കറിയത്തില്ല. നമുക്ക് ഈ വീഡിയോയിലേക്ക് വരാം. അതിന്റെ കൂടെ തന്നെ ഈ പെൺകുട്ടി ഈ വീഡിയോയുടെ കൂടെ ഒരു സാമാനം എഴുതിയിട്ടുണ്ടായിരുന്നു, അത് നമുക്കൊന്ന് കേൾക്കാം. കൊട്ടാരക്കര കൊല്ലം KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്കുണ്ടായ മോശം അനുഭവമാണ് നമ്മൾ ഇവിടെ നമുക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നുണ്ടോ. മോശം അനുഭവം. ഏകദേശം 40-50 വയസ്സിനിടയിൽ പ്രായമായ ഈ വ്യക്തി മറ്റ് സീറ്റ് ഒഴിഞ്ഞു കിടന്നിട്ടും എന്റെ അടുത്ത് വന്നിരുന്നു. അവിടൊക്കെ സീറ്റ് വേക്കന്റ് ആയിട്ടുണ്ട്, പക്ഷെ നമ്മുടെ അടുത്തേക്ക് വന്നിരുന്നു. നമുക്ക് ആ വീഡിയോ വീണ്ടും കാണാം കേട്ടോ. നമുക്ക് നല്ല സ്പേസ് ഉണ്ടായിട്ടും മുട്ടിയൊരുമി ഇരുന്നപ്പോൾ തന്നെ ഞാൻ ഒതുങ്ങിയിരിക്കുകയായിരുന്നു. ഈ KSRTC ബസ്സിനകത്ത് 2 സ്പ്ലിറ്റ് ആയിട്ടാണ് സീറ്റ്. നടുക്കൂടി ഇങ്ങനെ കണ്ടക്ടറിന് പോകാനുള്ള വഴിയും, ഇപ്പുറത്ത് 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റും, ഇപ്പുറത്ത് 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റും. ഈ 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റിൽ എന്നെ പോലെ ഇച്ചിരി തടിമാടന്മാരായ 2 പേരാണെങ്കിൽ ഇങ്ങനെ ഒക്കെ ഇരിക്കേണ്ടി വരും. അതേസമയം മെലിഞ്ഞ് ഉള്ള ആൾക്കാരാണെങ്കിൽ സുഖസുന്ദരമായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോ ആ സീറ്റിനകത്ത് KSRTC ബസ്സിനകത്ത് യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഇത് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ 2 തടിയൊക്കെ വെച്ചിട്ട് ആ സീറ്റിന്റെ വലിപ്പം അഡ്ജസ്റ്റ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ഈ ബസ്സിന്റെ ഒരു അലൈൻമെന്റ് വെച്ചിട്ടാണ് ഈ സീറ്റിന്റെ വലിപ്പമൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഒരു 2 തടിയന്മാർ ഇരുന്ന് കഴിഞ്ഞാൽ ഇത്ര വേണം എന്ന് ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതാണ് സംഭവം. നമുക്ക് ബാക്കി കേൾക്കാം. എന്നിട്ട് വീണ്ടും അയാൾ അറിയാത്ത ഭാഗത്തിൽ എന്റെ ദേഹത്ത് തൊട്ട് തന്നെ ഇരിക്കാൻ നോക്കുകയായിരുന്നു. മെലിഞ്ഞ ശരീരമായിട്ടും അയാൾ മാക്സിമം എന്നെ ഞെരുക്കി ഇരുത്താൻ നോക്കി. അത്രയും അൺകംഫർട്ടബിൾ ആയപ്പോൾ തെളിവിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുത്തത്. തെളിവിന് വേണ്ടി. അപ്പൊ ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആയി. ഇയാൾ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തെള്ളുക. ഞാൻ അൺകംഫർട്ടബിൾ ആയപ്പോ ഞാൻ എന്ത് ചെയ്തു? ഫോൺ എടുത്ത് വീഡിയോ എടുത്തു. സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 പേര് അറിയും. റീച്ചാ, മനസ്സിലായോ? അല്ലാതെ വാ തുറന്നിട്ട് അങ്ങോട്ട് നീങ്ങി കളവാ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും ഫോൺ എടുത്തിട്ട് ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയുടെ അടുത്ത് വന്നിരിക്കുക, അയാൾ ഇങ്ങനെ വരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഇങ്ങനെയല്ലേ ആകത്തുള്ളൂ. ഇവന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടിയുടെ മാറിടത്തിൽ സ്പർശിക്കുക എന്നുള്ളതായിരിക്കണം എന്ന് നമുക്കൊരു അനാലിസിസിലേക്ക് വെച്ചാൽ തന്നെ അയാൾ വരുന്നത് അവിടെ സ്പർശിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോ നമ്മൾ ഇങ്ങനെ ഇരിക്കേണ്ടതിന് വരെ ഈ പെൺകുട്ടി ഇങ്ങനെ വീഡിയോ എടുക്കണം ചേട്ടാ ബാ ഇങ്ങനെ ഇരുന്ന പോലെയാണ് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കും വീഡിയോ കണ്ട പലർക്കും ഫീൽ ആയത്. ബാക്കിയാണ്. അയാൾ മനഃപൂർവ്വം ദേഹത്ത് കൈവച്ചാണെന്ന് അവസാനം നോക്കിയാൽ മനസ്സിലാവും. ശരി, അവസാനം നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് പോയി അവസാനം നോക്കിയിട്ട് വരാം. ഇതുവരെ നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഇതുവരെ വളരെ സേഫാണ്. അയാളെ കൈ വിടുന്ന ഒരു ആണു വീണ ഇതുവരെ അനങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അയാളുടെ മുഖം ബ്ലർ ചെയ്തിട്ടുണ്ട്. പെൺകുട്ടി കൈ താത്തിട്ടും പൊക്കിയിട്ടിട്ടും അയാളുടെ കൈക്ക് അവിടെ നിന്ന് യാതൊരു മാറ്റവും ഇല്ല. പെൺകുട്ടി പിന്നെ വീഡിയോ എടുക്കുന്നുണ്ട്. കൈ അങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ചു ഒക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. അയാളുടെ മുഖത്തിനോ അയാളുടെ കരങ്ങൾക്കോ യാതൊരു അനക്കവും ഇല്ല, യാതൊരു ഇളക്കവും ഇല്ല. അയാൾ അങ്ങോട്ടൊക്കെ നോക്കുന്നു. അയാളുടെ കൈ ഇതുവരെ അവിടെ അനങ്ങിയിട്ടില്ല, മുമ്പോട്ടോ പുറകോട്ടോ അനങ്ങിയിട്ടില്ല. അയാൾ അങ്ങോട്ട് എത്തി നോക്കി, തിരിച്ച് അതേ പൊസിഷനിൽ വന്നിരുന്നു. ഈ പെൺകുട്ടിയുടെ ദേഹത്തോട്ട് ഒന്നും കൈ പിന്നെ സ്പർശിച്ചതുമില്ല. ഇതിനകത്ത് അവസാനം നോക്കിയിട്ട് എന്തൊരു മനസ്സിലായെന്ന് പറഞ്ഞേ. അവസാനം നോക്കിയപ്പോൾ അയാൾ ഇങ്ങനെ അങ്ങോട്ട് എത്തി നോക്കി, തിരിച്ച് അതേപോലെ തന്നെ ഇത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ശരിക്കും ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവാം. ആ പ്രശ്നത്തിലായിരിക്കും ഈ പെൺകുട്ടി വീഡിയോ എടുത്തത്. പക്ഷെ നിങ്ങൾ വീഡിയോ എടുക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ സ്പോട്ടിൽ പ്രതികരിക്കുക. ഇത് ഇപ്പൊ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇത് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോന്ന് എനിക്കറിയാൻ പാടില്ല. ഇപ്പൊ അനുഭവം ഉണ്ടായിട്ടുണ്ടത്രേ അങ്ങനെ പറയപ്പെടുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടാകുമ്പോ നിങ്ങൾ സ്പോട്ടിൽ പ്രതികരിക്കുക. അങ്ങനെ സ്പോട്ടിൽ പ്രതികരിക്കുന്ന എത്രയോ പെൺകുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കണ്ടക്ടറോട് പറയുക, പോലീസ് സ്റ്റേഷനിലേക്ക് ബസ് എടുക്കാൻ പറയുക. ഇങ്ങനെ പല ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിലുണ്ട്. അതിന് പകരം അയാൾ ഇവിടുന്ന് ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ കൈയും വെച്ചോണ്ട് ഇങ്ങനെ വീഡിയോ. എന്താണ് ഉദ്ദേശം? എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഭയങ്കര എക്സ്പ്ലനേഷൻ ഒക്കെ കാണിക്കുന്നുണ്ട്. അയാളുടെ കുടുംബം തകർക്കാതിരിക്കുക, നശിപ്പിക്കാതിരിക്കുക, ഇതൊക്കെ ഓക്കെ. ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യേണ്ട കാരണം ഇതൊന്നുമല്ല. ഞാൻ വീഡിയോ റിയാക്ട് ചെയ്യേണ്ട കാരണം ഈ പെൺകുട്ടി ഈ വീഡിയോ പോസ്റ്റ് ചെയ്തു. ഫസ്റ്റ് നമ്മൾ ഈ പെൺകുട്ടി ഈ വീഡിയോ പോസ്റ്റ് ചെയ്തു. അതിനുശേഷം രണ്ടാമത് ഈ പെൺകുട്ടി വീണ്ടും ഈ വീഡിയോ രണ്ടാമത് റീപോസ്റ്റ് ചെയ്തു. അപ്പൊ ആദ്യം പോസ്റ്റ് ചെയ്തതിന് അത് സംഭവങ്ങളൊന്നും ഇല്ല, വേറെ വോയിസും കാര്യങ്ങളൊന്നും ഇല്ല. നോർമലായിട്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തു. എന്നിട്ട് പുള്ളിക്കാരി കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ സാധനം എഴുതി വെച്ചു.
രണ്ടാമത്തെ വീഡിയോ വീണ്ടും ഇത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് ആഡ് ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് ആഡ് ചെയ്തിട്ട് പുള്ളിക്കാരി എഴുതിച്ചു, ഫണ്ണി ഹൗ മാൻ ബിലീവ് വുമൺ ആർ സൾസ് വിത്ത് നോ പ്രൂഫ്. മനസ്സിലായില്ല എന്തൊരു സാധനം പറയുന്നുണ്ട്. ബട്ട് നീഡ് മൗണ്ടൻസ് ഓഫ് എവിഡൻസ് ടു ബിലീവ് മെൻ ഈസ് എ റേപ്പിസ്റ്റ്. അതായത് ഒരു സ്ത്രീ എന്ത് ചെയ്താലും ആൾക്കാർ വിശ്വസിക്കത്തില്ല. ഒരു കുന്നോളം തെളിവുകൾ കൊണ്ട് തന്നാലും ആണ് ഒരു റേപ്പ് ചെയ്യുന്ന ഒരുത്തനാണെന്ന് എങ്ങനെ വിശ്വസിപ്പിക്കുന്നതാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ ചേട്ടൻ അങ്ങനത്തെ ഒരുത്തനാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇത് രണ്ടാമത്തെ സാധനം. ഈ പെൺകുട്ടിയുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ റീച്ച് പോയിട്ടുള്ളത് ഈ രണ്ട് വീഡിയോ ആണ്. ഒരേ വീഡിയോ തന്നെ രണ്ടു വട്ടം പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടി ശരിക്കും സത്യസന്ധമായിട്ട് അയാളുടെ അടുത്ത് ഒരു മോശം പ്രതികരണം ഉണ്ടായിട്ടുണ്ടാവാം, ഉണ്ടായിട്ടില്ലായിരിക്കാം. റീച്ചിന് വേണ്ടി ചെയ്താവാം, റീച്ചിന് വേണ്ടി ചെയ്തല്ലായിരിക്കാം. എന്നിരുന്നാലും ഇതുപോലെ റീച്ചിന് വേണ്ടി മാത്രം ഇത്തരം കോലാഹലങ്ങൾ കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ റീച്ചിന് വേണ്ടി കാണിക്കുന്നവർ മനസ്സിലാക്കുക, ജെന്യൂൻ ആയിട്ട് കേസ് വന്നാലും ആൾക്കാർ നിങ്ങളെ നമ്പാതെ. ഈ ബസ്സിൽ കയറി ഇമാതിരി കുത്സിതം കാണിക്കുന്ന സജാദിനെ പോലുള്ള ടീമുകൾ ഇവിടെ ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ട്രെയിനിൽ കയറിയിട്ട് ഇമാതിരി പരിപാടി കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഇല്ലെന്നും ഞാൻ പറയുന്നില്ല. ഈ സ്ത്രീകള് അന്നേരം സ്പോട്ട് പ്രതികരിക്കുക. സോഷ്യൽ മീഡിയയിൽ കുറെ നാളുകൾ ട്രൈ ചെയ്യുന്നു, റീച്ച് ഉണ്ടാകുന്നില്ല. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു, പെൺകുട്ടികൾക്ക് റീച്ച് ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് എക്സ്പോസ് ചെയ്യുക എന്നുള്ളത്. സോ ചില പെൺകുട്ടികൾ അടുത്തിരിക്കുന്നവനെ മോശക്കാരനാക്കി നമ്മൾ ഇതിപ്പോ ഇങ്ങനെ ഒരു സാധനം വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇത് റീച്ച് ഉണ്ടാകുന്ന ഒരു അൽഗോരിതം സാധനമാണ് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ ഇനി നിരപരാധികളായ ഒരുപാട് ആൺകുട്ടികൾ ഇതിനകത്ത് കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് സത്യസന്ധമായിട്ട് ഇതുപോലത്തെ മോശം അനുഭവം ഉണ്ടാകുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാലും അതിനെതിരെ അത് വിശ്വസിക്കത്തില്ല എന്നൊരു സംഭവം വരും. ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് സംഭവിക്കാൻ പോകുന്നത്. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇതിനകത്തൊരു മോശം അനുഭവം പുള്ളിക്കാരിക്ക് ഉള്ളതായിട്ട് ഈ വീഡിയോയിൽ മനസ്സിലാകുന്നില്ല. ഇനി അതിന് മുമ്പോ അതിന് ശേഷമോ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ നമുക്കറിയില്ല. രണ്ടാമത്തെ കേസ്, ഈ സാധനം പുള്ളിക്കാരി വീണ്ടും 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 റീപോസ്റ്റ് ചെയ്യുമ്പോൾ അത് റീച്ചിന് വേണ്ടിയിട്ട് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾ ഒരു തവണ പോസ്റ്റ് ചെയ്തു പറഞ്ഞു, രണ്ടാമത്തെ സാധനം നിങ്ങൾ എക്സ്പ്ലനേഷൻ പറഞ്ഞിരുന്നെങ്കിൽ പോലും നമുക്കത് വിശ്വസിക്കാൻ പറ്റിയേ. അതേ സാധനം തന്നെ ബാക്ക്ഗ്രൗണ്ട് ബീജിയം ഒക്കെ കയറ്റിയിട്ടിട്ട് എനിക്കത് അത്ര വെട്ടിപ്പായിട്ട് തോന്നുന്നില്ല. എന്തായാലും നിങ്ങൾക്കുണ്ടായ മോശം അനുഭവത്തിന് എന്തെങ്കിലുമൊക്കെ ശരിയാവട്ടെ, അതാണ് ഞാൻ പറയുന്നത്. ഏതായാലും അത് തെറ്റാണെങ്കിൽ നിങ്ങൾ ഇത് വീഡിയോ കണ്ടിടത്തോളം നമുക്ക് മോശമായിട്ടൊന്നും തോന്നുന്നില്ല. നിങ്ങളുടെ സൈഡിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തുക, നിങ്ങളുടെ സൈഡിൽ ശരിയുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഇനി ഇത് കണ്ടിറങ്ങുന്ന പെൺകുട്ടികൾ റീച്ച് ഉണ്ടാക്കാനായിട്ട് ആണുങ്ങളുടെ നെഞ്ചത്തോട്ട് കയറുന്ന പ്രക്രിയയായിട്ട് അവസ്ഥാനമായിട്ട് ഇറങ്ങരുതേ എന്ന് ഈ സമയത്ത് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ